ഇവിടെ ഇന്ന് പത്രങ്ങളിലൊക്കെ ഒരു വാർത്തയുണ്ട്. ഞാൻ വാർത്ത ജസ്റ്റ് ഒന്ന് വായിക്കാം. സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, കിഫ്ബി കേസുകളുടെ അന്വേഷണ ചുമതല വഹിച്ചിരുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണന് നിർബന്ധിത സ്വയം വിരമിക്കൽ. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ പ്രതികൂല റിപ്പോർട്ടിനെ തുടർന്നാണിത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ അടക്കമുള്ള നിർണായക അറസ്റ്റുകൾക്ക് നേതൃത്വം നൽകിയത് രാധാകൃഷ്ണനായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ കാവൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 വനിതാ പോലീസുകാർ രാധാകൃഷ്ണനെതിരെ ആരോപണം ഉന്നയിച്ചതിൽ നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം. കേസിൽ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ രാധാകൃഷ്ണൻ പ്രതികളെ നിർബന്ധിച്ചെന്നായിരുന്നു ഇവരുടെ മൊഴി. ഇത് ശരിവെച്ച സ്വപ്നയുടെ ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു. തന്നെ കൊണ്ട് നിർബന്ധിച്ചു പറയിച്ചതാണെന്ന് സ്വപ്ന പിന്നീട് പറഞ്ഞു. ഇതിനിടെ അദ്ദേഹത്തെ ആദ്യം ചെന്നൈയിലേക്കും പിന്നീട് കാശ്മീരിലേക്കും സ്ഥലം മാറ്റി. അഴിമതി ആരോപിച്ച് പലരും പരാതി നൽകി. ഈ വാർത്ത നമുക്ക് എങ്ങനെ വിലയിരുത്താം? അത് ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അതെ, ബി രാധാകൃഷ്ണൻ. ഇദ്ദേഹം അന്വേഷിച്ച കേസുകൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയേ. ഒന്ന് സ്വർണ്ണക്കടത്ത്. ഈ സ്വർണ്ണക്കടത്ത്, എംബസി കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കടത്ത്. പിന്നീട് കേരളത്തിൽ നടന്നിരിക്കുന്നത് ഡോളർ കടത്ത്, പിന്നെ കിഫ്ബി. അത് മാത്രമല്ല, ഈ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ്, പിന്നീട് കേരളത്തിൽ പ്രമാദമായിട്ടുണ്ടായിരുന്ന പല കേസുകളും, അതായത് ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തത്തക്ക രീതിയിലുള്ള പല കേസുകളുടെ അന്വേഷണം ഇത്രയും കൃത്യമായ രീതിയിൽ ചെയ്ത മറ്റൊരു ഉദ്യോഗസ്ഥൻ വേറെ ഇല്ലായിരുന്നു. കാര്യം അദ്ദേഹം ഈ സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് മാറ്റി എന്ന വാർത്ത കേൾക്കുമ്പോൾ ഈ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കവേ കരുവന്നൂർ കേസ് എന്ന് പറയുമ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഇതിൽ പരം ഒരു പേരുദോഷം ഉണ്ടായ ഒരു അനുഭവം വേറെ ഉണ്ടായിരുന്നില്ല. കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് എന്ന് പറയുന്നത്, 2 കിഫ്ബി തട്ടിപ്പ്, പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വന്ന അതിൽ പ്രതിയായ സ്വപ്ന സുരേഷിന്റെ ഒരു സ്റ്റേറ്റ്മെന്റും വന്നിരുന്നു. കാര്യം അവരെ കൊണ്ട് നിർബന്ധപൂർവം ഇയാൾക്കെതിരെ പറയിച്ചത്. മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ രാധാകൃഷ്ണൻ പ്രതികളെ നിർബന്ധിച്ചതായിരുന്നു. അതെ, ഇവിടെ ഇദ്ദേഹത്തിന് നിർബന്ധിതമായിട്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പറയുന്ന അന്വേഷണമൊക്കെ തന്നെ ഒരു വളരെ വലിയ വാസ്റ്റായ രീതിയിൽ കൃത്യമായ രീതിയിൽ ശിവശങ്കരനെ പോലെ ഒരു വലിയ തിമിംഗലത്തിലാണ് ആ കേസിൽ അദ്ദേഹം പിടിച്ച് ജയിലിൽ പോയതാണ്. ശിവശങ്കരൻ ഈസ് ഈക്വൽ ടു അന്നത്തെ CM, ഇന്നത്തെ CM പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി താൻ പറയുന്ന ഏത് പേപ്പറിലും ഒപ്പിടും എന്ന് വരെ ശിവശങ്കരൻ പറഞ്ഞതാണ്. ഓർമ്മയുണ്ടല്ലോ. ഈ ശിവശങ്കരനെ അറസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ ആ കേസ് അത്രയും കൃത്യമായ രീതിയിൽ, ആ കേസ് മാത്രമല്ല ED ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് കേരളത്തിലെ ഈ തട്ടിപ്പുകളെല്ലാം തന്നെ, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, മറ്റ് ഈ പറയുന്ന എല്ലാം, ഈ കിഫ്ബി തട്ടിപ്പ്, എല്ലാ കേസ് അന്വേഷണങ്ങളും കൃത്യമായ രീതിയിൽ നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഇവിടുന്ന് ചെന്നൈയിലേക്ക് മാറ്റി. ഇത് ഇത്രയും പറയുമ്പോൾ ഇത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ധനകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിന് ചെന്നൈയിലേക്കാണ് അദ്ദേഹത്തിന് തട്ടിയത്. അവിടെയും ചെന്നിട്ട് അദ്ദേഹം വൻ കോർപ്പറേറ്റുകൾ, ചെട്ടിനാട് സിമന്റ് പോലെയൊക്കെയുള്ള ചില വലിയ വലിയ കമ്പനികളുടെ അവരുടെയും സാമ്പത്തിക തട്ടിപ്പുകളിലേക്കൊക്കെ അദ്ദേഹം അന്വേഷണം വളരെ നല്ല രീതിയിൽ പോയി ചെന്നൈയിൽ നിന്ന് അദ്ദേഹത്തിനടുത്ത് ജമ്മു കാശ്മീരിലേക്കാണ് മാറ്റുന്നത്. അപ്പൊ ഇവര് ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ അവരെ അങ്ങനെ ചുമ്മാ പുറത്താക്കാൻ പറ്റില്ല. അപ്പൊ ഇതിൽ ട്രൈബ്യൂണലൊക്കെ ഇവർക്ക് ഉള്ളതാണ്. ഇവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും കാര്യങ്ങൾ ഇവർക്ക് ചോദ്യം ചെയ്യാൻ, ഇങ്ങനെ മാധ്യമ ശ്രദ്ധ കൃത്യമായി കിട്ടുന്ന രീതിയിലൊക്കെയുള്ള ആൾക്കാരെന്നാവുമ്പോൾ ഇത് കേന്ദ്രം ഇദ്ദേഹത്തിന് പിരിച്ചുവിട്ടു എന്ന് പറയുമ്പോൾ സാമ്പത്തികാര്യ വകുപ്പല്ലേ, ധനകാര്യ വകുപ്പല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ വെൽ ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാകാനാണ് സാധ്യത. അദ്ദേഹം ഇത്രയും കൃത്യമായി കേസ് അന്വേഷിച്ച് ഇവരെയൊക്കെ കുരുക്കത്തക്ക രീതിയിൽ, കാര്യം ഇവിടെ സ്വർണ്ണ കള്ളക്കടത്ത് കേസ് ഈ പറയുന്ന സംഗതി അതിന്റെ ഏതാണ്ട് വാലറ്റം വരെ എത്തുന്ന, അതായത് അതിന്റെ അന്വേഷണം കൃത്യമായ രീതിയിൽ പോകുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഇതിൽ നിന്ന് മാറ്റുന്നത്. അത് ഇവിടുത്തെ കേരള സമൂഹത്തിന് എല്ലാം അറിയാം, മാധ്യമങ്ങളിലൂടെ എല്ലാം അത് വാർത്ത വന്നതാണ്. ഈ വാർത്തയെ അതിന്റെ സാമൂഹിക അതിന്റെ പിറകെ പോയവർക്കൊക്കെ അറിയാം അദ്ദേഹത്തിന് അതിൽ നിന്ന് മാറ്റിയതാണ്. കരുവന്നൂർ ബാങ്കിന്റെ അന്വേഷണം കൃത്യമായി കരുവന്നൂരും CPM-ന് വ്യക്തമായ പങ്കുള്ളതാണ്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു വൻ ആസൂത്രണം നടത്തിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം ഇതിന്റെ മേൽ അദ്ദേഹത്തിനെ വിരമിക്കൽ വിടുമ്പോൾ അദ്ദേഹം എന്തായാലും അപ്പീലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇതങ്ങനെ അദ്ദേഹം വെറുതെ ചെന്നൈയിലേക്കും കാശ്മീരിലേക്കൊക്കെ സ്ഥലം മാറ്റിയത്. അതായത് ഇവിടെ അന്വേഷണം നന്നായി നടക്കുമ്പോൾ ഉടനെ എടുത്ത് ചെന്നൈയിലാക്കുന്നു. നടപടി അതായത് ഇത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇവിടെ ഇപ്പൊ ഭരിക്കുന്നത് CPM-ഉം കേന്ദ്രം ഭരിക്കുന്നത് BJP-യുമാണ്. ഇദ്ദേഹത്തെ പോലെ ഉദ്യോഗസ്ഥനെ പിരിച്ചു വിടുമ്പോൾ എല്ലാ പഴുതും അടച്ചു വെച്ചിട്ട് ഇവർക്ക് ഇത് ചെയ്യുള്ളൂ. കാരണം ഇത് കേസും കോടതിയും ഒക്കെ പോകും, മാധ്യമ ശ്രദ്ധ നേടുന്നതുമാണ്. അപ്പം ഇത് അദ്ദേഹം പോകാനുള്ള സാധ്യതയുണ്ടാവും. എന്നാൽ നമ്മൾ ഇതിന്റെ ഉപരിതലത്തിലൂടെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഇത് 2 കൂട്ടരും, കേന്ദ്രവും കേരളവും ഉൾപ്പെടെ
ഇതിനകത്തൊരു വൻ ആസൂത്രണം ഈ ഉദ്യോഗസ്ഥനേരെ. കാര്യം ഇവിടുത്തെ വലിയ നേതാക്കൾക്കാർ ഇപ്പൊ നമ്മൾ കരുവന്നൂർ ബാങ്ക് ആലോചിച്ച് നോക്കിയേ. പഴയ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് എന്ന് പറയുന്നത് CPM-ന്റെ തൃശ്ശൂരത്തെ തലപ്പൊക്കമുള്ള എത്ര നേതാക്കളാണ്? AC മൊയ്തീൻ, വർഗീസ്, PK ബിജു, അങ്ങ് ആലോചിച്ച് നോക്കിയാൽ എത്ര നേതാക്കളാണ് അതിൽ ഈ കരുവന്നൂര് ആ ബാങ്ക് തട്ടിപ്പിൽ ഉണ്ടായിരിക്കുന്നത്. എത്ര പേര് ജയിലിൽ ഇപ്പോഴും ആ തട്ടിപ്പ് കേസിൽ കിടക്കുന്നുണ്ട്. പിന്നെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്തുണ്ടായിരുന്ന പ്രൈവറ്റ് സെക്രട്ടറിയായ ശിവശങ്കരൻ അറസ്റ്റിലായി. അപ്പൊ ഈ അന്വേഷണം വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് പോയത്. അപ്പോഴേക്കാണ് അദ്ദേഹത്തെ ഇവിടുന്ന് മാറ്റുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇതിനകത്ത് എന്ത് ഗെയിമാണ് അത് നമ്മൾ ആലോചിക്കുന്നത്. എനിക്ക് തോന്നുന്നത് പറഞ്ഞാല് ഈ പറയുന്ന ED ആണ് എന്നുണ്ടെങ്കിലും ഈ ഡെപ്യൂട്ടേഷനിലൊക്കെ വരുന്ന ചില പോലീസ് ഓഫീസർമാരുണ്ട്, ഡെപ്യൂട്ടേഷനിലൊക്കെ വരുന്നത്. അപ്പൊ അവർക്ക് തന്നെ പോലീസിൽ നിന്നാണ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായ രാഷ്ട്രീയം കാണും. ഇവരെയൊക്കെ സ്വാധീനിക്കാൻ ആഭിമുഖ്യം ഉണ്ടാവും. കാര്യം ED-യില് ഹോം ഡിപ്പാർട്ട്മെന്റിലുള്ളവരായിരിക്കില്ല. ഇതിൽ ഡെപ്യൂട്ടേഷനിൽ വരുന്നവരുണ്ടല്ലോ. ഈ ഡെപ്യൂട്ടേഷനിൽ വരുന്നവരെ പല രഹസ്യങ്ങളും ചോർത്തി കൊടുക്കാൻ ഈ നേതാക്കൾക്ക് ഈ വലിയ നേതാക്കൾക്ക് അത് ചോർത്തി കൊടുക്കുന്നവരായിരിക്കും. ഇപ്പൊ ED അന്വേഷണം കരുവന്നൂർ ബാങ്കിന്റെ ഇവിടം വരെയായി. ഇപ്പോഴും അതിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞല്ലോ പോയിട്ടുണ്ട്. അത് എവിടെ ക്രോസിംഗിലേക്ക് എത്തിയിട്ടില്ലല്ലോ. ഈ പറയുന്ന കിഫ്ബി കേസാണെങ്കിലും അതും എന്തൊക്കെയോ എവിടെയും. അപ്പൊ ED അന്വേഷണം തുടങ്ങിയ പല കേസുകളും ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകന് ലാവലിൻ കേസുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ED അന്വേഷണം വന്ന് അതിന്റെ നോട്ടീസ് അയച്ചിട്ട് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ വാർത്ത തന്നെ നമ്മൾ അറിയുന്നത്. അപ്പൊ ഇവിടെ ഒരു വൻ ഒരുമിച്ച് ഒരു പൊതുശത്രുവിനെ നേരിടാനായി, ഒരു പൊതുശത്രു ഉണ്ടെങ്കിൽ ആ പൊതുശത്രുവിനെ നേരിടാനായി. അപ്പൊ ആ ശത്രു ആരാണ്? അതെ, ഇദ്ദേഹമാണോ? അതിന് രാഷ്ട്രീയത്തിന് അതീതമായി എവിടേക്ക് അധികം ജോലി ചെയ്യുന്നു അവിടെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാണെങ്കിൽ ഒരു സത്യസന്ധമായ കാര്യങ്ങൾ സുതാര്യമായി. പക്ഷെ ഇവിടെ അദ്ദേഹത്തെ കുരുക്കിയിരിക്കുന്ന ധനകാര്യ വകുപ്പാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും അദ്ദേഹം ഒരു വളരെ ഗസറ്റഡ് റാങ്കിന് അപ്പുറമുള്ള റാങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടറിനാകുമ്പോൾ അദ്ദേഹം ഒരു IAS-കാരന്റെ ഒക്കെ പവറുള്ള ഒരു ഓഫീസറാണ്. ഈ ഓഫീസർ എന്ന് പറയുമ്പോൾ അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലൊക്കെ ഉണ്ടാവും. അപ്പൊ ട്രൈബ്യൂണലിലൊക്കെ പോവുകയും മീഡിയ ശ്രദ്ധ നേടുകയും ചെയ്തൊരു വിഷയമാകുമ്പോൾ അതിനുള്ള സർവ്വ പഴുതുകളും അളച്ചുകൊണ്ട് അദ്ദേഹത്തിനെ പുറത്താക്കിയതിട്ടുണ്ടാവുള്ളൂ. ഇത് കേന്ദ്രവും കൂടെ ചേർന്നുകൊണ്ട് റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം ഉണ്ടായിപ്പോട്ടെ. അതായത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ കാവൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 വനിതാ പോലീസുകാർ രാധാകൃഷ്ണനെതിരെ ആരോപണം ഉന്നയിച്ചതിൽ നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അത് ബോധപൂർവ്വം ഈ വനിതാ പോലീസുകാരെ കൊണ്ട് പറയിപ്പിച്ചതാണ് പറഞ്ഞു. അപ്പൊ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇവിടുന്ന് മാറ്റേണ്ട ആരാവശ്യമായിരുന്നു? സർക്കാരിന്റെ ആവശ്യമായിരുന്നു ആണല്ലോ. അപ്പൊ അതുവരെ ഈ അന്വേഷണം ആരാ കൃത്യമായിട്ട് ചെയ്തത്? ഈ ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനെ കേരളത്തിൽ നിന്ന് മാറ്റിവിട്ടത് ഇവിടുത്തെ സർക്കാരാണ്. ഇങ്ങനെയുള്ളൊരു കള്ളത്തരം പറഞ്ഞുണ്ടാക്കി അതിന് കൂട്ടുന്നത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ. അപ്പൊ നമ്മൾ പറഞ്ഞ എങ്ങനെയുണ്ട്? ED എന്ന് പറയുന്ന അന്വേഷണ സംഘത്തിലും ഇതുപോലെയുള്ള ആൾക്കാർ ഡെപ്യൂട്ടേഷനിലും അല്ലെങ്കിൽ ഈ അന്വേഷണത്തിന് കൃത്യമായി കാര്യങ്ങൾ ചെയ്യേണ്ട ആ ഉദ്യോഗസ്ഥനെതിരെ അപവാദകത പറഞ്ഞാണ് എന്റെ ചുരുക്കം. മനസ്സിലാക്കാനുള്ള ഇതില്ലേ? അപ്പൊ ഇങ്ങനെയാണ് ട്രാപ്പിപ്പെടുത്തിയത് എന്നുള്ള രത്ന ചുരുക്കമാണ്. നല്ലൊരു ഉദ്യോഗസ്ഥൻ ഇതുപോലെ നിരവധി ആൾക്കാരെ ഇവിടുന്ന് അദ്ദേഹം ചെന്നൈ പോയി, കാശ്മീരിലേക്ക് പോയെന്നല്ല, ഇവിടുന്ന് അദ്ദേഹത്തെ തട്ടി അവിടെ ആരാ ഭരിക്കുന്ന? സ്റ്റാലിനാണ് ഭരിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഏത് വലിയ സിമന്റ് കമ്പനിക്കൊക്കെ അവരുടെ കോർപ്പറേറ്റുകളുടെ കള്ളത്തരങ്ങൾ പിടിക്കാനുള്ളത് പറയുന്നത്. പുള്ളി കാശ്മീരിലും മറ്റേ ചെന്നൈയിലൊക്കെ അഴിമതി ആരോപിച്ച പുള്ളിക്ക് പലരും പരാതി നൽകിയതാണ്. ഇത് പരാതി നമ്മൾ ED ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ ഈ കോർപ്പറേറ്റുകള് ഈ പറയുന്ന രീതിയിൽ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന് വല്ല കള്ളത്തരമായിരിക്കും. ഈ കേസ് ഒതുക്കി തീർത്തു തരാം, കാശ് തരണം, അങ്ങനെ ഒരു ട്രാപ്പ് ആയിരിക്കാം. ഇത് ഒരു പൊതുശത്രുവിനെ പോലെ ഈ ഒരു ഉദ്യോഗസ്ഥനെ. കാര്യം നമ്മൾ അദ്ദേഹത്തെ വെള്ളപൂശാനോ അദ്ദേഹം ഭയങ്കര ഇതാണെന്നോ ഒന്നും നമ്മൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ നമ്മളോട് ഇതിനെ കുറിച്ച് പറഞ്ഞവരുടെയും ഒരു രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഇത് ശരിക്കും ഇത്രയും നല്ല നമ്മൾ കണ്ടത് കേരളത്തിലെ അന്വേഷണം കൃത്യമായ രീതിയിലാണ് പോയത്. അത് ഇങ്ങനെ പോയൊരു ഉദ്യോഗസ്ഥനെ ട്രാപ്പിൽ പെടുത്തിയതുപോലെയാണ് വന്നിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ അദ്ദേഹം അങ്ങനെ അതൊക്കെ പോവാൻ അദ്ദേഹത്തിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് അത് പോകാൻ പറ്റും. ട്രൈബ്യൂണലിൽ അദ്ദേഹത്തിന് പോവാമല്ലോ. കാര്യം ഇതിപ്പോ മാധ്യമ ശ്രദ്ധയും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അറിയുന്നത് കേരളത്തിൽ ഈ വൻ കൊള്ളകളെ പിടിക്കാനായി ഇറങ്ങി തിരിച്ചൊരു ഉദ്യോഗസ്ഥനാണ്. ഇവിടുന്ന് ഒരു കള്ളക്കേസിലാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചത്. അപ്പോ ഇവരെല്ലാവരും ഒന്നാണ് കാര്യം കാണാനായി എന്ന് മാത്രമേ ഇതിൽ നമുക്ക് പറയാനുള്ളൂ.